കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം മഹത്വമുള്ളതായി തീരട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിനത്തിന്റെ പകലിൽ ഒരുമിച്ച് ദൈവീക ചിന്തകളോടെ ദൈവശബ്ദത്തിൽ ചിലവഴിക്കുവാൻ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയ ഈ വലിയ അവസരത്തിനായി ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പ്രിയരെ, ഈ ദിനങ്ങളിൽ കോവിഡിന്റെ വലിയ പ്രതിസന്ധിയൊക്കെ നമ്മെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതായ ഈ ദിനങ്ങളിൽ ദൈവികമായ കൃപയും സമാധാനവും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതത്വം പകരുന്നതായും പ്രത്യാശ പകരുന്നതായും ആസ്വദിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജീവിത മേഖലകളിലൊക്കെ ഒരല്പം കൂടെ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നേറുവാൻ വലിയ ദൈവം അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ. ചില ദിനങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ തൊക്കിലങ്ങാടി എന്ന് പറയുന്നതായ സ്ഥലം കേരളത്തിലെ വാർത്താമാധ്യമങ്ങളും ദേശീയ വാർത്താമാധ്യമങ്ങളും ഒക്കെ ഒരല്പം വിഷമത്തോടെ കണ്ടതായ സ്ഥലമായിരുന്നു. ഓരോ ദിവസവും ഉപജീവന മേഖലകളുമായി ബന്ധപ്പെട്ട് അവിടെ കടന്നു വരുന്നതായ 41 വയസ്സ് കഴിഞ്ഞതായ ഒരു യുവതി, അവര് ലോകം വിട്ട് കടന്നുപോയിരിക്കുകയാണ്. വാർത്താമാധ്യമങ്ങൾ ഇപ്രകാരം കുറിക്കുന്നു: പതിവ് പോലെ 9 മണിക്ക് അവര് ആ ബാങ്ക് ഉദ്യോഗസ്ഥയാണ് ആ ബാങ്കിൽ എത്തിച്ചേരുകയാണ്. ഉപജീവന മേഖലകളിലെ സമ്മർദ്ദം പ്രവേശിച്ച് 20 മിനിറ്റിനുള്ളിൽ അവളുടെ ജീവിതം നശിപ്പിക്കുന്ന തരത്തിലേക്ക്, ആത്മഹത്യയിലൂടെ ഈ ലോകം വിട്ട് കടന്നു പോകുന്ന തരത്തിലേക്ക് കാര്യാദികളെ മാറ്റിമറിക്കുന്നു. 2 വർഷം മുമ്പ് പിതാവ് നഷ്ടപ്പെട്ട 2 കുഞ്ഞുങ്ങൾ, അന്നത്തെ ദിനം അമ്മയും നഷ്ടമായി ഭവനത്തിൽ നിറകണ്ണുകളോടുകൂടെ മാത്രം കഴിയപ്പെടേണ്ടി വരുന്നതായ സാഹചര്യം. മനുഷ്യന് അവന്റെ ജീവിത സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നതായ പ്രതിസന്ധികൾ ഒരുപക്ഷെ ഈ സഹോദരിയുടെ മരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊഴിലിടത്തിൽ സംഭവിച്ചതായ അമിതമായ സ്ട്രെസ്, അമിതമായ ഉപജീവന ബാധ്യത സഹിക്കുവാൻ സാധിച്ചില്ല. അതിന്റെ ഫലമായി, പരിണിത ഫലമായി അവൾക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നതാണ് എന്നുള്ള രീതിയിൽ. എന്തു തന്നെയായിരുന്നാലും മനുഷ്യന് അനുഗ്രഹമായി ദൈവം നൽകുന്ന തൊഴിലിടങ്ങൾ പോലും പലപ്പോഴും സ്ട്രെസ്സിന്റെ ഇടങ്ങളായി, അമിതമായ ആകാംക്ഷയുടെയും ഉത്തരവാദിത്വത്തിന്റെയും മധ്യത്തിലൂടെ ഇടറി വീഴുന്ന ഇടങ്ങളായി പലപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് സഭ ചിന്തിക്കുന്നത് തൊഴിലിടങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്നുള്ള വിഷയമാണ്. ഐഡന്റിഫൈയിങ് റിസൺ ലോർഡ് ഇൻ ദ വർക്ക് പ്ലേസ് എന്നുള്ളതായ വിഷയം. തൊഴിലിടങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തിരിച്ചറിയുക ദൈവികമായ അനുഗ്രഹമാണ്. അവിടുത്തെ സൃഷ്ടികൾ അവിടുന്ന് നിർമ്മിച്ചു നൽകിയതായ ഈ ലോകത്തിൽ ഏതെങ്കിലും തരത്തിൽ അധ്വാനിക്കണമെന്നും അതിലൂടെ ജീവിത സാഹചര്യങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുപോകണമെന്നും ആദിമ ഏദനിൽ ആദ്യ സൃഷ്ടികൾക്ക് ശേഷം തന്നെ ദൈവം ആ ഒരു വലിയ ഉത്തരവാദിത്വത്തെ മനുകുലത്തിന് ദാനമായി നൽകുന്നത് കാണാനായിട്ട് സാധിക്കും. മനുഷ്യർ അധ്വാനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പക്ഷിമൃഗാദികളും സസ്യലതാദികളും ഒക്കെയും അധ്വാനിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രകാരന്മാരും വിവരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പക്ഷേ ആദ്യത്തെ ഒരു സംഭവത്തിൽ വിഷവുമായി നിങ്ങളോട് സൂചിപ്പിച്ച് തുടങ്ങിയതുപോലെ
തൊഴിലിടങ്ങളിൽ നമുക്ക് സംഭവിക്കുന്നതായ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിന് പലപ്പോഴും നമുക്ക് സാധ്യതകൾ ലഭിക്കാറില്ല. അത് തന്നെ നമ്മുടെ ജീവിതങ്ങളെ കുരുതിക്കളങ്ങളാക്കി മാറ്റുന്നതായ ദിനം. ഒരുപക്ഷെ ഉദ്ധിതനായ യേശുവിന്റെ സാമീപ്യം ഒരൽപ്പം കൂടെ ഉള്ളറകളിൽ ബലം പകരുന്നതായി തീരുവാൻ അവിടുന്ന് അനുഗ്രഹിച്ച് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഒരുപക്ഷെ പ്രിയരോട് ഒരു വാക്ക്, ആത്മഹത്യ ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമാവുകയില്ല. പക്ഷെ ദൈവം നൽകുന്നതായ അനുഗ്രഹത്തിന്റെ കൂട്ടാളിയായി തീരുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ നിസ്സംശയം നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. വേദപുസ്തകം വിവരിക്കുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായത്തിന്റെ 1 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങളിലെ ഒരു സംഭവത്തെ ഈ ദിനത്തിലെ ചിന്തകളുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംഭാഷിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ആമുഖ വാക്യത്തിൽ തന്നെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള 3ാമത്തെ പ്രത്യക്ഷത സംഭവിക്കുന്നത് തിബര്യാസിന്റെ കടൽ തീരത്ത് വെച്ചാണ്. തിബര്യാസിന്റെ കടൽ തീരത്ത് ആ യാത്ര പ്രത്യക്ഷത സംഭവിക്കുമ്പോൾ അതിന് പുറകിലോട്ട് ഒരു രാത്രിയുടെ പഴക്കമുള്ള വസ്തുതകൾ ഒന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് പോണം. 7 ശിഷ്യന്മാർ ഒരിടത്ത് ഒരുമിച്ച് കൂടിയിരിക്കവേ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കുവാനായിട്ട് പോകുന്നു. ആ വാക്കിനെ ഒരു കോറസ് പോലെ തന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 6 പേരും ഏറ്റുപറയുകയാണ്, ഞങ്ങളും വരുന്നു. തിബര്യാസിന്റെ കടൽ തീരത്ത് അവര് ചെന്ന് നോക്കുകയാണ്. കടലിനുള്ളിലേക്ക് പതിവ് പോലെയുള്ള അധ്വാനത്തിൽ മുമ്പ് അവർ ഏർപ്പെട്ടിരുന്നത് പോലെ ഏർപ്പെടുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. അധ്വാനത്തിൽ ഏർപ്പെടുന്നു. വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്, ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും യാതൊന്നും തന്നെ ലഭ്യമാകാത്ത തരത്തിൽ അവരായിരുന്നപ്പോ ഉദ്ധിതനായ യേശു അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലുകയും അവരുടെ ജീവിതത്തെ അതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അനുഗ്രഹിക്കുകയും സന്തോഷത്തോടെ ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിന് മുറുകെ പിടിക്കുന്നതിനുള്ള ഒരു വേദിയാക്കി ആ പ്രഭാതത്തെ മാറ്റുകയും ചെയ്യുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ തുല്യമായ ഒരു വിവരണത്തെ വേദപുസ്തകത്തിന്റെ മറ്റൊരു ഭാഗത്തിൽ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ദിനത്തിന്റെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ 3 കാര്യാദികളെയാണ് പ്രസ്തുത ഭാഗത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, ഇല്ലായ്മയിൽ അരികെ വരുന്നതായ യേശു. ഇല്ലായ്മയിൽ അരികെ വരുന്നതായ യേശു. സാധാരണക്കാരായിരുന്നു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര്. ക്രിസ്തുവിന്റെ ആ ഭാഗത്തെ 4 സംഭാഷണങ്ങളിലൂടെ നമ്മൾ 4 പ്രാവശ്യം അദ്ദേഹം പറയുന്ന വസ്തുതകളിലൂടെ ഈ ദിനത്തിലെ 3 ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് സൂചിപ്പിച്ചുവല്ലോ, ഇല്ലായ്മയിൽ അരികെ വരുന്നതായ യേശുവിനെ കുറിച്ച്. സാധാരണക്കാരായ, വെറും സാധാരണക്കാരായ ശിഷ്യന്മാരായിരുന്നു യേശുവിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും കഠിനാധ്വാനത്തിലൂടെ എങ്ങനെ മുന്നേറണം എന്നും ഉള്ള കണിശതകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതായിരിക്കാം യേശുവിലൂടെ കഴിഞ്ഞ ദിനങ്ങളിൽ അനുഭവിച്ചിരുന്നതായ സുഭിക്ഷതയും പേരും പ്രസക്തിയും ഒക്കെ താൽക്കാലികമായി ഇല്ലാതെയായി തീർന്നപ്പോ തിബര്യാസിന്റെ കടൽ തീരത്ത് പഴയ തൊഴിൽ എന്നുള്ള മേഖലയിലേക്ക് ഈ പ്രിയ സഹോദരങ്ങളെ എത്തിക്കുന്നത്. തൊഴിൽ ചെയ്യുന്നതായ വ്യക്തികൾ സാധാരണക്കാരായിരുന്നു. തൊഴിൽ ചെയ്യുന്നതായ ഇടം അവരെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമായ ഇടവും ആയിരുന്നു. പഴയ കടൽ തീരത്ത് പഴയ തൊഴിലിൽ ഈ 7 സഹോദരങ്ങളും എത്തുകയാണ്. എന്നാൽ വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നു, ഒരു രാത്രി മുഴുവനും നിരാശയോടുകൂടെ അധ്വാനിക്കേണ്ടതായ രാത്രി. ഞാൻ ചിന്തിക്കുന്നത്, ഒരു ചെറിയ പരൽമീന് പോലും ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത അധ്വാനങ്ങളിൽ ആ സഹോദരങ്ങള് ഇടപെട്ടതായ രാത്രി.
നേരമൊന്ന് വെളുത്തു വന്നപ്പോ കരയിൽ നിന്നും ഒരു സംഭാഷണം ആ നനുത്ത കാറ്റിനിടയിലും ആ നനുത്ത അന്തരീക്ഷത്തിനിടയിലും അവരുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട്. സംഭാഷണം ഇപ്രകാരമായിരുന്നു: കുഞ്ഞുങ്ങളെ കൂട്ടുവാനായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ. ആ ഒരു സംഭാഷണത്തെ മറപിടിച്ചുകൊണ്ട് കരയിൽ നിന്നും കടലിലേക്ക് അയച്ചത് പ്രതീക്ഷ നിറഞ്ഞ സംഭാഷണമായിരുന്നുവെങ്കിൽ, കടലിൽ നിന്നും കരയിലേക്ക് എത്തുന്നത് ഇല്ല എന്നുള്ള നിരാശയുടെ, കഠിനാധ്വാനത്തിന്റെ നിരാശയുടെ, പ്രതീക്ഷ നഷ്ടമായതിന്റെ നിരാശയുടെ, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഒരല്പം കൂടെ മെച്ചമായി അധ്വാനിച്ചിരുന്നു, പക്ഷേ ഉണ്ടായതായ ഉപജീവന മേഖലയിൽ ഉണ്ടായതായ ചെറിയ വിടവ് തങ്ങളുടെ ശേഷിക്ക് കുറവുണ്ടാക്കിയോ എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചപ്പോ ശിഷ്യന്മാര് പറയുകയാണ് ഇല്ല എന്നുള്ള രീതിയിലുള്ള മറുപടി. യേശു അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് ഇല്ലായ്മയിൽ അരികിലായിരുന്ന് അവർക്ക് ആവശ്യമുള്ളതിനെ സംഭാഷിക്കുകയും അതിന് ഒരുക്കുകയും ചെയ്യുന്നത് വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. ദേശത്തിൽ നിന്നും കടന്നു വന്നതായ മറുപടിയായിരുന്നു ഞങ്ങളുടെ കരത്തിൽ ഒന്നുമില്ല എന്നുള്ളത്. നിരാശയുടെ മധ്യത്തിൽ നിന്നും കടന്നു വന്നതായ മറുപടിയായിരുന്നു ഞങ്ങളുടെ കരത്തിൽ ഒന്നുമില്ല എന്നുള്ളത്. സാഹചര്യത്തിൽ നിന്ന്, അവരുടെ ജീവിതത്തിലെ നിരാശയിൽ നിന്ന് അവരോട് ഉണർന്നെഴുന്നേൽക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യേശുവിന്റെ തുടർന്നുള്ള സംഭാഷണം അവിടെ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. ഇന്നിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ളപ്പോൾ കൂടെ ഇരിക്കുന്ന മനുഷ്യൻ. ഒരുപക്ഷെ അധികാരമാണെങ്കിൽ അതുള്ളപ്പോ കൂടെ ഇരിക്കുന്ന മനുഷ്യൻ, ധനമാണെങ്കിൽ അതുള്ളപ്പോ കൂടെ ഇരിക്കുന്ന മനുഷ്യൻ. അതൊക്കെ ഒരു മനുഷ്യനെ ക്ഷയിക്കുന്നു എന്ന് തോന്നിയാൽ തന്നെ ആ മേഖല വിട്ട്, ആ മനുഷ്യനെ വിട്ട് ഓടി ഒളിക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുന്നതായ സമൂഹം. ഇവിടെ യേശു വ്യത്യസ്തനായി മാറുകയാണ്. തൊഴിലിടങ്ങളിൽ പുതിയ പ്രതീക്ഷയെ നൽകുന്ന വലിയ ദൈവമായി അവിടുന്ന് മാറുകയാണ്. ഇല്ലായ്മയുടെ മധ്യത്തിലാണ് യേശു നമ്മുടെ അരികിൽ അധികമായി നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇല്ലായ്മയുടെ മധ്യത്തിൽ അവിടുന്ന് നമ്മുടെ അരികിലേക്ക് കടന്നു വരികയും ജീവിതത്തിൽ ഇനി വരേണ്ടതായ അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയരെ, ഈ ദിനത്തിലെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ നിന്നും തിരിച്ചറിയുക, ഇല്ലായ്മകളുടെ മധ്യത്തിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായ മേഖലകളിലും ഒരല്പം ഹൃദയം തുറന്ന് ദൈവസന്നിധിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിന്നെ തിരിച്ചു നോക്കി നിന്റെ അരികിലേക്ക് കടന്നു വരുന്ന സ്വർഗത്തിലെ വലിയവനായ കർത്താവുണ്ട്. ആ കർത്താവിന് മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരിക്കൽ ഒരു പഞ്ചവർണ്ണക്കിളി വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങുകയാണ്. ഒരുപാട് കൈകാൽ ഇട്ടൊക്കെ അടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ പക്ഷി ശ്രമിക്കുന്നുണ്ടെങ്കിലും വിജയിക്കുന്നില്ല. ഒടുവിൽ വേട്ടക്കാരൻ വരുന്നതായ സമയത്ത് ഇപ്രകാരം പറയുന്നു: ഞാനൊരു പാവം പഞ്ചവർണ്ണ കിളിയാണ്, എന്നെ നിങ്ങൾ വിട്ടയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുണ്യം ലഭിക്കും. വേട്ടക്കാരന്റെ മനസ്സിന് അലിവ് സംഭവിക്കുകയാണ്. വേട്ടക്കാരൻ പറയുന്നു, വിട്ടയക്കാം, പക്ഷേ ഒരു വ്യവസ്ഥ എനിക്ക് നീ ഉടമ്പടിയായി ചെയ്യണം. എന്താണ് എപ്പോഴും പാട്ടും പാടി പറന്നു നടക്കുന്നതിന്റെ രഹസ്യം? അത് നിന്റെ ജീവിതത്തിൽ നിന്ന് നീ എന്നോട് പറയണം. സമ്മതിക്കുകയാണ്. ആ ഒരു തടവിൽ നിന്നും പഞ്ചവർണ്ണ കിളി രക്ഷപ്പെടുകയാണ്. ആ വേട്ടക്കാരന്റെ സഹായത്തോടെ പറന്നു പോകുന്നതിന് തൊട്ടു മുമ്പായി പഞ്ചവർണ്ണ കിളി ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ പാട്ടുപാടുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ്. മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ ഞങ്ങളും സന്തോഷിക്കും. ഞങ്ങൾ പാട്ടുപാടുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ്. മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ ഞങ്ങളും സന്തോഷിക്കും. സന്തോഷത്തിന്റെ രഹസ്യം വേട്ടക്കാരൻ അന്ന് ആദ്യമായി തിരിച്ചറിയുകയാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയാണ് സന്തോഷം കണ്ടെത്തുന്നതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്.
പ്രിയരെ, ഈ ദിനത്തിലെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതും അതേ വസ്തുതയാണ്. പ്രതിസന്ധിയിലും നിരാശയിലും ദേഷ്യത്തിലും ഒക്കെ അകപ്പെട്ടിരുന്നതായ ശിഷ്യന്മാരുടെ അരികിലേക്ക് കടന്നു ചെന്ന് സന്തോഷത്തെ അവർക്ക് വേണ്ടി ഒരുക്കുന്നതായ സ്വർഗത്തിലെ വലിയ നാഥൻ. ഈ ദിനങ്ങളിൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ എത്ര തന്നെ ആയാലും മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷം ഒരുക്കുന്നവരായി, സമാധാനത്തോടെ വർത്തിക്കുന്നവരായിട്ട് മാറുക. രണ്ടാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. നിറവിനെ അധ്വാനത്തിൽ ഒരുക്കുന്നവനാണ് യേശു. നിറവിനെ അധ്വാനത്തിൽ ഒരുക്കുന്നവനാണ് യേശു. ഒന്നാമത്തെ സംഭാഷണ പരമ്പരയ്ക്ക് ശേഷം രണ്ടാമത്തെ സംഭാഷണം എന്ന് പറയുന്നത് യേശു അങ്ങോട്ട് നൽകുന്നതായ നിർദ്ദേശമാണ്. തൊട്ടരികിലായി തന്നെ നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ സകല സാധ്യതകളും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പടകിന്റെ വലതു ഭാഗത്തേക്ക് വല വീശുവാനായി യേശു അവരോട് പറയുകയാണ്. അതൊരു ഉറപ്പായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ആ ഒരു വലിയ ഉറപ്പായി യേശു അവരോട് സംഭാഷിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ക്രിസ്തു അവതരിപ്പിക്കുന്നതായ, ജീവിതത്തിൽ നിന്നും കാട്ടിയതായ അധ്വാനിക്കുക, നേടുക എന്നുള്ള വലിയ വസ്തുത സംഭവിക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. മുന്നമേ ക്രിസ്തുവിന്റെ നിർദ്ദേശങ്ങളില്ലാതിരുന്ന സമയത്ത് തികച്ചും ശൂന്യമായിരുന്ന വലയിൽ ഇപ്പോഴിതാ 153 വലിയ മീന് അകപ്പെടുകയാണ്. പിന്നീട് കണക്കുകൂട്ടലുകളായി വ്യക്തമായി ഈ ഒരു എണ്ണത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ചുരുക്കം ഇത്ര മാത്രമാണ്: നിന്റെ തൊട്ടരികിൽ തന്നെ നിനക്കാവശ്യമായ വസ്തുതയെ കരുതി വച്ചിരിക്കുന്നവനാണ് സ്വർഗത്തിലെ വലിയ ദൈവം. ഒന്ന്, യേശുവിനെ ശ്രദ്ധിക്കുക, യേശു പറയുന്നത് ശ്രവിക്കുക, നിന്റെ അരികിലിരിക്കുന്നതിനെ സമാധാനത്തോടുകൂടെ സ്വീകരിക്കുന്നതായിട്ട് മാറുക. ശിഷ്യന്മാര് വലതുഭാഗത്ത് വല വീശുന്നുണ്ട്. വലിയ മീൻകൂട്ടം അവർക്ക് ലഭിക്കുന്നുണ്ട്. യേശു അവിടെ ചെയ്തത് അവരുടെ ലോകത്ത് നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം യേശുവിന്റെ ലോകത്തിലേക്ക് അവരെ പ്രവേശിപ്പിച്ച്, യേശുവിന്റെ സംഭാഷണത്തിലേക്ക്, തിരുവചനത്തിലേക്ക് അവരെ പ്രവേശിപ്പിച്ച് അതിന്റെ വാഹകരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ്. വലിയ അനുഗ്രഹത്തെ ആ കടലോളങ്ങൾ അന്നത്തെ ദിവസം ആസ്വദിച്ചത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേദപുസ്തകത്തിൽ നിന്നും വായിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ വലിയ 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 നിധിയെ തന്നെയാണ് ഈ ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് തുടർ ശുശ്രൂഷകളായി ഒരുക്കി വെച്ചിരുന്നതെന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ തിബരിയാസിന്റെ കടൽ തീരത്ത് സംഭവിച്ചതായ ആ അധ്വാനത്തെ നിറവിന്റെ മേഖലയാക്കി തീർക്കുന്നതായ വസ്തുത ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടത്തിലും വലിയൊരു മുതൽക്കൂട്ടായി സംഭവിച്ചിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൊക്കെ അവർക്കതൊരു വലിയ പ്രേരണയായി തീരുകയാണ്. തൊട്ടരികിലായിട്ട് അനുഗ്രഹത്തെ ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ള ആ വലിയ പ്രതീക്ഷയുടെ യേശുവിന്റെ വർത്തമാനം എന്ന് പറയുന്നത്. പ്രിയരെ, അധ്വാനിക്കുവാനായിട്ട് നിങ്ങൾക്ക് തയ്യാറുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തെ വലിയവനായ കർത്താവ് ഒരുക്കി വയ്ക്കുന്നുണ്ട്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒഴിവുകേടുകളെ പറയാമാവുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പറയാം, ഒരു രാത്രി മുഴുവനും ഞങ്ങള് കഠിനമായി അധ്വാനിച്ചിരിക്കുകയാണ്. മേൽ സൂചിപ്പിച്ചതുപോലെ ചെറുപരൽ മീൻ പോലും ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ കരയിലേക്ക് പോവുകയാണ്. നേരം വെളുത്തു. ഞങ്ങൾ പഠിച്ചിട്ടുള്ള ക്രമപ്രകാരം വെളുപ്പില് ഇരുട്ടിൽ ലഭിക്കുന്നത് പോലെയുള്ള മഴയൊന്നും മത്സ്യങ്ങളൊന്നും ലഭിക്കുന്നതിനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് തന്നെ നീ പറയുന്ന വാക്ക് അത്രത്തോളം ഉൾക്കൊള്ളുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങൾ പരിപാടി നിർത്തുകയാണ് എന്ന് പറഞ്ഞ് കരയിലേക്ക് വരുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ യേശു പറഞ്ഞ വാക്കിനെ ഒരു പ്രതീക്ഷയായി അവര് ഏറ്റെടുക്കുന്നു. ആ പ്രതീക്ഷയുടെ വാക്ക് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിക്കുന്നു. ആ അനുഗ്രഹത്തിന്റെ ആസ്വാദകരായി അവര് പിന്നീട് മാറ്റപ്പെടുന്നു. വിശുദ്ധ വേദപുസ്തകം അപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, ഒരൽപ്പം ശാന്തമായി ക്രിസ്തു നമ്മോട് നമ്മുടെ അരികിലായിരുന്ന ഇല്ലായ്മകളുടെ മധ്യത്തിൽ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ
ആ സംഭാഷണത്തെ ശരിയാവണ്ണം സ്വീകരിച്ചുകൊണ്ട് അതിനെ അനുസരിക്കുന്നവരായിട്ട് മാറുക എന്നുള്ള കർത്തവ്യം നമ്മിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. യേശു സംസാരിക്കുന്നത് ഉൾക്കൊള്ളുന്നതിലൂടെ യേശു പകരുന്നതായ തൊട്ടരികിലുള്ള അനുഗ്രഹത്തെ ആസ്വദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വല നിറഞ്ഞുവെങ്കിലും ആ വല കീറിപ്പോയില്ല. ആ രീതിയിലാണ് ആ മേഖലയില് അവർക്ക് ലഭ്യമായ 153 പെരുത്ത മീൻകൂട്ടത്തെ കുറിച്ച് സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവം നൽകുന്നതായ അനുഗ്രഹങ്ങൾ നശിച്ചു പോകുന്നതല്ല, നഷ്ടമാകി പോകുന്നതല്ല, അത് മറ്റൊരു വസ്തുതയ്ക്ക് കോട്ടം സംഭവിപ്പിക്കുന്നതുമല്ല. നേരെ മറിച്ച് ദൈവം നൽകുന്ന അനുഗ്രഹം സുരക്ഷിതമായിട്ട് നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നതാണ്. സുരക്ഷിതമായിട്ട് നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ പ്രിയരെ, രണ്ടാമത്തെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അധ്വാനങ്ങളെ പുതിയ അനുഗ്രഹമായി ഒരുക്കുന്ന ഒരു നാഥനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് സധൈര്യം മുന്നേറുന്നവരായിട്ട് മാറുക. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ആവശ്യത്തിലായിരിക്കുന്നവർക്കായി ഒരുക്കുന്ന യേശു. ആവശ്യത്തിലായിരിക്കുന്നവർക്കായി ഒരുക്കുന്ന യേശു. ആവശ്യത്തിലായിരിക്കുന്ന തൻ്റെ ശിഷ്യരെ അവരുടെ ആവശ്യമറിഞ്ഞ് സന്ദർശിക്കുന്ന യേശുവിനെയാണ് തുടർന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചതിന്റെ അധ്വാനഭാരം പേറ് വരുന്നതായ പ്രിയർക്ക് കല്ലിൽ ചുട്ടതായ അപ്പത്തെ യേശു ഒരുക്കുകയാണ്. അവരിൽ നിന്ന് തന്നെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ പിടിച്ചുകൊണ്ട് വന്നതായ ആ 153 മത്സ്യങ്ങളിൽ നിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ളതിന് ഒരുക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു. മെച്ചമായതിന് തന്റെ കരങ്ങളിലേക്ക് നൽകുവാനായി. തുടർന്ന് അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി അവരോടൊപ്പം പ്രാതലിന്റെ ഇടപാട് കാര്യാദികളിൽ ഇടപഴകുന്ന യേശുവിനെ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ആവശ്യത്തിനനുസരിച്ച് അപ്പോഴത്തെ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നതായ യേശുവിനെ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചൂഷണം നിറഞ്ഞു നിൽക്കുന്നതായ ഒരു സംസ്കാരത്തിന്റെ മധ്യത്തിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. എപ്പോഴും നമുക്കാവശ്യമുള്ളതിനെ നേടുക എന്നുള്ള ചിന്ത മാത്രം നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ യേശു ഒരു വെല്ലുവിളിയായി തീരുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് സമർത്ഥമായി ഭക്ഷിക്കുന്നവരായിട്ട് മാറുക. സകലത്തെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്, അത് ആസ്വദിക്കുന്നവരായിട്ട് മാറുക. ശക്തമായ വസ്തുതയെ ആ ഭാഗത്ത് യേശു ഒരുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. സംഭാഷണ പരമ്പരകളിൽ വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യേശു സ്നേഹിച്ചതായ പ്രിയ ശിഷ്യൻ യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ഇത്തരത്തിൽ വലിയ അനുഗ്രഹത്തിന്റെ കാരണക്കാരായി നമ്മൾ മാറിയെങ്കിൽ ഇനി കരയിലേക്ക് വലിച്ചടിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ വല നിറയെ 153 മീനുകൾ വലിയ മീൻപരിപ്പം ഉണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ അത് പ്രവർത്തിച്ചത് യേശുവാണ്. പ്രതീക്ഷിക്കാത്തതായ അനുഗ്രഹത്തെ ഒരുക്കിയത് യേശുവാണ്. പ്രതീക്ഷിക്കാത്തതായ നന്മയെ ഒരുക്കിയത് യേശുവാണ്. അധ്വാനത്തെ മാനമുള്ളതാക്കി തീർത്തത് യേശുവാണ്. അങ്ങനെയെങ്കിൽ ആ യേശുവിനെ തിരിച്ചറിയുന്നവരായിട്ട് മാറണമെന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നു. യേശു എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ പത്രോസിന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അവൻ നഗ്നനാണെന്നുള്ള അവന്റെ തിരിച്ചറിവ് കടലിനെ തന്നെ വസ്ത്രമാക്കുന്ന തരത്തിലേക്ക് അവൻ കടലിലേക്ക് എടുത്ത് ചാടുകയും യേശുവിന്റെ അരികിലേക്ക് എത്തുന്ന ക്രമീകരണങ്ങളിൽ അവനെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ യേശുവിന്റെ അരികിലായിരുന്ന തുടർ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതും വലിയ നിയോഗം പ്രാപിക്കുന്നതും വേദപുസ്തക ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തിരിച്ചറിയുന്നവരായിട്ട് മാറുക. പ്രിയരെ, മൂന്നാമത്തെ ചിന്ത നമ്മളോട് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആവശ്യങ്ങളോട് ഇടപെട്ട് പ്രവർത്തിക്കുന്നവനാണ് സ്വർഗത്തിലെ വലിയവനായ കർത്താവ്. ഈ ദിനത്തിന്റെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരല്പം കൂടെ യേശുവിനോട് കൂറു പുലർത്തുന്നവരായി നമ്മൾ മാറ്റപ്പെടണം. കാരണം പ്രതിസന്ധി വരുമ്പോ എടുത്തെറിയാവുന്ന ഒരിടമല്ല യേശുവിന്റെ ഇടമെന്ന് പറയുന്നത്. പ്രതിസന്ധി വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ തിരസ്കരിക്കാവുന്ന ഇടമല്ല, അനുസരണക്കേട് കാണിക്കാവുന്ന ഇടമല്ല യേശുവിന്റെ ഇടമെന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നവനാണ് യേശു. ആധുനിക ഭാരതീയ മിഷണറിമാരിൽ
അഗ്രഗണ്യൻ എന്ന് പറയുന്നത് സറാംപൂരിന്റെ തെരുവുകളെ, കൽക്കട്ടയുടെ തെരുവുകളെ ഒക്കെയും അനുഗ്രഹീതമാക്കി തീർത്ത വില്യം ഗേറി എന്നുള്ള ആ വലിയ മനുഷ്യനാണ്. ആംഗലേയ സംസ്കാരത്തിൽ ജനിച്ച് വളർന്നതായ മനുഷ്യൻ. വെറും ചെരുപ്പ് കുത്തിയായിരുന്നു. പക്ഷേ ചെരുപ്പ് കുത്തിയായിരിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതായ സാഹചര്യങ്ങളെയൊക്കെ പഠനത്തിന് വേണ്ടി അവൻ ഉപയോഗിക്കുന്നു. വിവിധ ഭാഷകളെ അവൻ സ്വായത്തമാക്കുന്നുണ്ട്. അവന്റെ ഉള്ളിൽ ലഭിച്ചതായ ദൈവിക ദർശനത്തെ മിഷണറി വേല എന്നുള്ള വലിയ ദൗത്യമായി സ്വീകരിച്ചുകൊണ്ട് പ്രതിസന്ധിയേറിയ കപ്പൽ യാത്രയിലൂടെ അവൻ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇന്ത്യയിലെത്തി അദ്ദേഹം തന്റേതായ പ്രവർത്തന കാര്യാദികളിലൊക്കെ ഇടപഴകുമ്പോൾ ആദ്യത്തെ ദിനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞതാണ്. തന്റെ 3 മക്കൾ തനിക്ക് നഷ്ടമാവുകയാണ്. അതിന്റെ ആ ഒരു പ്രതിസന്ധിയിൽ ഭാര്യയ്ക്ക് ഷോക്ക് നേരിടുന്നു. അവള് മാനസിക രോഗിയായി മാറുന്നു. ആ രോഗം അവളുടെ മരണത്തിൽ കലാശിക്കുന്നു. രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിലും സാഹചര്യം ഒരുപോലെ തന്നെയാണ് പിന്നീട് സംഭവിക്കുന്നത്. വീണ്ടും ചരിത്രം അദ്ദേഹത്തിൽ നിന്നും ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹം പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരുന്നതായ ഒരു പ്രസ്സുണ്ട്. അത് അപ്രതീക്ഷിതമായി തീപിടുത്തത്തിൽ നശിച്ച് പോവുകയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ആ മനുഷ്യൻ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും വിശ്വസ്തനായിരുന്നു. ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു. 40-ലധികം ഭാഷകളിൽ വേദപുസ്തകത്തിന്റെ, വിശേഷാൽ പുതിയ നിയമത്തിന്റെ കോപ്പികൾ അദ്ദേഹം വിവർത്തനം ചെയ്യുന്നുണ്ട്. 200-ലധികം സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രദേശത്തിലെ ഇരുട്ടിനെ മാറ്റുന്നതിന് വേണ്ടി, സതി പോലെയുള്ള ദുരാചാരങ്ങളെ മാറ്റുന്നതിന് വേണ്ടി, അതുപോലെയുള്ള ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതായ വലിയ വലിയ ദുരാചാരങ്ങളെ മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം വെളിച്ചത്തിന്റെ വാഹകനായി നിലനിന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ജീവിതത്തിൽ നിന്ന് പറയാമായിരുന്നു, ഞാൻ ഇത്രയും അധ്വാനിച്ച് മറ്റൊരു ദേശത്ത് വന്നപ്പോ യാത്രാമധ്യത്തിലും അതുപോലെ തന്നെ താനായിരിക്കുന്ന ഇടത്തിലും കൺമുമ്പിൽ മക്കളുടെ മരണം കണ്ട വ്യക്തിയാണ്. കൺമുമ്പിൽ പ്രിയപത്നിയുടെ മരണം കണ്ടതായ വ്യക്തിയാണ്. സ്വപ്നം കണ്ടതായ പ്രശ്നമെല്ലാം ഒരുപിടി ചാരമായി കിടക്കുന്നത് കണ്ട വ്യക്തിയാണ്. ആത്മഹത്യയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നതിനും അതിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യങ്ങളും അദ്ദേഹത്തിന് തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ പ്രതിസന്ധിയെക്കാളും വലിയവൻ കൂടെ ഉണ്ടായിരുന്നു. പ്രതിസന്ധിയുടെ മധ്യത്തിലും തളരാതെ അദ്ദേഹം സധൈര്യം മുന്നേറിയപ്പോൾ ഇന്നും ലോകം അറിയപ്പെടുന്ന മനുഷ്യനായി ഒരുപാട് യൂണിവേഴ്സിറ്റികളൊക്കെ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ആ രീതിയിൽ നിലകൊള്ളുന്ന മനുഷ്യനായിട്ട് ദൈവം അദ്ദേഹത്തെ മാറ്റി. ഉപജീവനത്തിന് വേണ്ടി ദൈവം നമുക്ക് നൽകുന്നതായ ഇടങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ഏത് മേഖലകളിലായാലും ദൈവത്തെ മുറുകെ പിടിക്കുന്നവരായിട്ട് മാറുക. ഇനി ഒരുപക്ഷെ പ്രതിസന്ധി നമ്മെ എതിർപെടുകയാണെങ്കിൽ അവിടുന്ന് തന്നെ ഉറപ്പ് പറയുന്നുണ്ടല്ലോ, നിന്റെ അരികിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്, നിന്നോട് ഞാൻ സംസാരിക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ ആവശ്യമായതിനെ ഞാൻ ഒരുക്കുന്നുണ്ട്. ആ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് സധൈര്യം മുന്നേറാം. പൊന്നു തമ്പുരാൻ അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതങ്ങളെ ആയതിലേക്കായി സഹായിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുതിയിടുന്നു കരുണാമയൻ കരകാണക്കടലിതിൽ കൺമണി പോൽ. കരുതിയിടുന്നു കരുണാമയൻ കരകാണക്കടലിതിൽ കൺമണി പോൽ. ഒരു നാളിലും പിരിയാതവൻ അരികെയുണ്ടാശ്വാസദായകനായി. ഒരു നാളിലും പിരിയാതവൻ അരികെയുണ്ടാശ്വാസദായകനായി. സ്തോത്രം ദേവാ, സ്തോത്രം നാഥ, സ്തോത്രമെന്നുമെന്നുമേ. സ്തോത്രം ദേവാ. പരിഹാസങ്ങൾ
പീഡനങ്ങൾ നിന്മക്കൾക്കേറെയുണ്ടീയുലകിൽ, പരിഹാസങ്ങൾ പീഡനങ്ങൾ നിന്മക്കൾക്കേറെയുണ്ടീയുലകിൽ. കേൾപ്പേകുകേശുവേ നിന്നന്മയൻ, വന്ദനമായെണ്ണി സ്വീകരിപ്പാൻ. കേൾപ്പേകുകേശുവേ നിന്നന്മയൻ, വന്ദനമായെണ്ണി സ്വീകരിപ്പാൻ. സ്തോത്രം ദേവാ, സ്തോത്രം നാഥാ, സ്തോത്രമിന്നുമെന്നുമേ, സ്തോത്രം ദേവാ. കർത്താവേ, നശ്വരമായ ഈ ലോകത്തിൽ ഞങ്ങളെ കരുതുന്ന ദൈവം അങ്ങാകയാൽ സ്തോത്രം. പരിഹാസങ്ങളും പീഡനങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങളെ കരുതുന്ന ദൈവം അങ്ങാകയാൽ സ്തോത്രം. ഞങ്ങൾക്ക് വ്യത്യസ്തമായ തൊഴിലിടങ്ങളും തൊഴിൽ സാധ്യതകളും അഭിരുചികളും പ്രവർത്തന മേഖലകളും ഒക്കെയും ദാനമായി നൽകുന്ന ദൈവം അങ്ങാകയാൽ സ്തോത്രം. പക്ഷെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ പലപ്പോഴും ഞങ്ങൾ വീണുപോകുന്നവരാണ്. ഉദ്ധിതനായ യേശുവിനെ നോക്കുവാൻ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മുറുകെ പിടിക്കുവാൻ ഈ പകലിൽ അവിടുന്ന് ഞങ്ങളോട് സംഭാഷിച്ചതിനായി സ്തോത്രം. ജീവിതത്തിലെ കഠിന നിരാശകളുടെ മധ്യത്തിൽ അനേകർ യേശുവിനെ മുറുകെ പിടിക്കുവാൻ ഈ പകലിൽ അവിടുന്ന് അനുഗ്രഹിച്ച് അനുവദിക്കുന്നതിനായിട്ട് സ്തോത്രം. ഒന്നിന്റെയും അവസാനമല്ല. യേശു കൂടെ ഉണ്ട്. ശുഭഭാവിയുടെ തുടക്കമാണ് ജീവിതത്തിലെ ക്ലേശമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സകലരും മുന്നേറുവാൻ അപ്പ അങ്ങ് മനസ്സറിയുന്നതിനായിട്ട് നന്ദി. എപ്പോഴും അവിടുന്ന് കൂടെ ഇരിക്കണമേ, എപ്പോഴും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിഞ്ചുമക്കൾ, വാർദ്ധക്യ മാതാപിതാക്കൾ, കൗമാരക്കാർ, മധ്യവയസ്കർ ഏവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. സമാധാനം നഷ്ടമായിരിക്കുന്ന ഇടങ്ങളിൽ സമാധാനത്തെ പകരണമേ. ധൈര്യം ചോർന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്നതായ ഇടങ്ങളിൽ സ്വർഗീയമായ ധൈര്യത്തെ ബലമായി പകരണമേ. കർത്താവെ, നിരാശകൾ, പ്രതിസന്ധികൾ, ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നതായ സാഹചര്യങ്ങൾ സകലത്തിന്റെ മേലും കർത്താവ് ഇടപെട്ട് പ്രവർത്തിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആശ്രയം വെച്ചുകൊണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ദിനങ്ങൾ അനുഗ്രഹത്തിന്റെ ദിനങ്ങളായി തീരട്ടെ. അങ്ങ് സംഭാഷിക്കുന്നത്, അങ്ങ് അരികിലേക്ക് കടന്നു വരുന്നത്, അങ്ങിൽ നിന്ന് ആസ്വദിക്കുന്നത് ഈ ദിനങ്ങളിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ചര്യയായി തീരുവാൻ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിച്ചുവല്ലോ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയരെ, ദൈവികമായ നന്മ എപ്പോഴും ആസ്വദിക്കുവാൻ ദൈവം അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ. ആമേൻ.